ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനമാണ് കാണുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ബാഗ്സ്, ഹാൻഡ് ബാഗ്സ് അല്ലെങ്കിൽ പൗച്ചസ്. ട്രാവലിങ്ങിലൊക്കെ നമുക്ക് യൂസിങ് ആണ്. മിക്കവരും കോളേജ് പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജസിലാണ്, അപ്പോൾ അന്നേരം നമ്മൾ ബാഗ് അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലും ഒരു ലൂസ് ആയിട്ടുള്ളൊരു ബാഗ്സ് ആണ്, ഇപ്പോൾ ടോട്ട് ബാഗ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോട്ട് ബാഗ് ആണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ടോട്ട് ബാഗ്സ് ആണ്. ഇങ്ങനെ ഹാൻഡ് ബാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ ഇത്രയും ലെങ്ത് ഉണ്ട്. എൻ്റെ സ്ലിങ്ങിന് ഇത്രയും ലെങ്ത് ഉള്ള സ്ലിങ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എംബ്രോയിഡറി. സിമ്പിൾ ആയിട്ടുള്ള ബാഗ്സ് ആണ്. അത് സിപ്പ് ഉള്ളതല്ല. ഇപ്പം ബുക്സ് ഒക്കെ സുഖമായിട്ട് വെക്കാം. ബുക്സിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തൊരു 15 kgs വരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബാഗ്സ് ആണിത്. നല്ല സൈസിലുള്ള ബാഗാണ്. വലിയ ബുക്സ് നമുക്ക് വെക്കാം. വലിയ ബുക്സ്, നല്ല പൊക്കവും അതുപോലെ തന്നെ വീതിയുമുള്ള ബുക്സ് വെക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അംബ്രല്ല എല്ലാം വെക്കാൻ പറ്റിയ ഒരു ഇതാണ്. വെയിറ്റ് അത്രയും അഫോർഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യണത് അല്ലെങ്കിൽ പല ഫ്ലോറൽ പ്രിൻറ്റ് അല്ലെങ്കിൽ ക്യൂട്ട് പ്രിൻറ്റ്, ഇപ്പം ആനിമൽസിനോട് സ്നേഹമുള്ള ആൾക്കാർ ആനിമൽ പ്രിൻറ്റ് യൂസ് ചെയ്യും. അത് പെയിൻറ്റിങ് ആയിക്കോട്ടെ, അതല്ല ഹാൻഡ് എംബ്രോയിഡറി ആയിക്കോട്ടെ, നമ്മൾ ഇതുവരെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. വളരെ ബഡ്ജറ്റിൽ വരുന്ന പ്രൊഡക്ട്സുമാണ്. മാറി ഇടാൻ പറ്റിയ എന്ന് വെച്ചാൽ മേടിക്കാൻ അധികം 2-3 മേടിക്കണമെങ്കിൽ അധികം റേറ്റ് വരുന്നതല്ല. ഇതിൻ്റെ കൂടെ തന്നെ സൈഡിൽ പൗച്ച് വേണമെങ്കിൽ, കുഞ്ഞ് പൗച്ച് വേണമെങ്കിൽ, പെൻസിൽ പൗച്ചോ മേക്കപ്പ് സെറ്റ് വെക്കാനോ അങ്ങനെയുള്ള രീതിയിലുള്ള പൗച്ചും വേണമെങ്കിൽ അതും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ മേടിക്കാം, അതല്ല സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മേടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടത് അതിലത്തെ ഒരു ഡിസൈനിങ് ആണ്. ഇപ്പം ടോട്ട് ബാഗിൻ്റെ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ഹാൻഡ് എംബ്രോയിഡറി പ്ലസ് ഫാബ്രിക് പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. സൂം ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ വർക്കൊക്കെ മൾട്ടിപ്പിൾ കളേഴ്സിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിബില്ല, സിബ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതിന് റേറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. വിത്ത് സിബ് വരുമ്പോൾ അതിൻ്റെ റേറ്റിന് കുറച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഓരോന്നായാലും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാഗ്. ഇത് നമുക്ക് ഒരു കുഞ്ഞു പൗച്ച്, ബാഗല്ല, ഒരു കുഞ്ഞു പൗച്ചാണ്. നമുക്ക് ടോയ്ലറ്റ് സാധനങ്ങൾ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സ്, ബ്രഷ്, ലിപ്സ്റ്റിക്, ഐ ഷാഡോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഹാൻഡ് ബാഗിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യാം, പെൻസിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ മെഡിസിൻസ് നമുക്ക് എടുത്ത് വെക്കാനായിട്ടൊരു പൗച്ച്. ഇപ്പം നമ്മൾ വല്ല ടൂറിന് വല്ലതും പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മെഡിസിൻസ് മാത്രം സെപ്പറേറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗച്ചിൽ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. ഒരു മീഡിയം സൈസ് പൗച്ച് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാമെന്ന്. പെൻസിൽ പൗച്ചായിട്ട് പിള്ളേർക്ക് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഇതൊക്കെ ബെസ്റ്റ് തിങ് ആണ്. ഹാൻഡ് എംബ്രോയിഡറിയിലായിട്ട് ബെസ്റ്റ് ക്യൂട്ട് തിങ്സ് ആണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയലിൽ, ഇത് ഓഫ് വൈറ്റ് കളറ് ജൂട്ട് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, കോട്ടൺ ജൂട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു പൗച്ചാണ്. ഇത് ചെറിയ ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അപ്പോൾ ആണെങ്കിൽ ആ കുട്ടിയുടെ പേര്, കുറച്ച് ഡിസൈൻസ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പപ്പിയുടെ ഡിസൈൻ ആയിട്ടുള്ളതാണ്. ക്യൂട്ട് അങ്ങനത്തെ ഡിസൈൻസ് പിള്ളേർക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. ഗിഫ്റ്റായിട്ട് ഇപ്പോൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ, ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്ന വരുന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ പേരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട് ഡിസൈൻസ് ചെയ്ത പൗച്ചസ് വെച്ച് അവർക്ക് യൂസ്ഫുള്ളും ആയിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ ഒരു ബാഗ്, ഫ്ലവർ പാറ്റേണുമാണ്. 3 പാറ്റേൺസാണ് നമുക്ക് ഈ പൗച്ചിൽ വരുന്നത്, കുഞ്ഞ് പൗച്ചിൽ വരുന്നത് ഈ 3 ഇത് നമുക്ക് വലിയ ബാഗിൻ്റെ ഉള്ളിൽ ഇന്ന പൗച്ചായിട്ടും യൂസ് ചെയ്യാം. അപ്പം ഇത് 3ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൗച്ചസ്. നല്ല ക്യൂട്ട് ഡിസൈൻസാണ്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് പെർ പൗച്ചിന് വരുന്നത് 190 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ടോട്ട് ബാഗാണ്. ഇതൊരു 15 kg കപ്പാസിറ്റി ഉള്ള ഒരു ടോട്ട് ബാഗാണ്. അതിനകത്ത് വലിയ ബുക്സ് കോളേജിൽ പോകുമ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത്. കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്കൂൾ 10th 12th
പിള്ളേർക്കൊക്കെ എന്തെങ്കിലും സ്കൂൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ മാച്ചിങ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതാണ്. ഇതൊരു ഫ്ലോറൽ ഡിസൈനായിട്ട് കൊടുത്തേക്കുന്നു. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നു. ലൈറ്റ് മെറൂൺ കളറും, മെറൂൺ അല്ല ഡാർക്ക് ഗ്രേപ്പ് വൈൻ ഷെയ്ഡും, പിന്നെ നടുക്ക് നമ്മൾ ഗോൾഡൻ കളർ ഗ്ലിറ്റേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ ബാഗിലും ഡിസൈൻ വന്നിരിക്കുന്നത്. ടോട്ട് ബാഗാണ്. നമുക്ക് ഞാൻ പറഞ്ഞു 15 kg വരെ കപ്പാസിറ്റിയുള്ള ബാഗാണ് ഇതിന്ന്. ഇങ്ങനെ അതിൻ്റെ ഇതും വരുന്നത് നല്ല സ്റ്റൈലിൽ ജീൻസിൻ്റെയൊക്കെ കൂടുതൽ നമുക്ക് ഇടാവുന്നതാണ്. ബുക്സ് വെക്കാം, പെൻ, കൊട, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, അങ്ങനെ എല്ലാം വെക്കാൻ പറ്റിയ സ്പേസുള്ള ഒരു വലിയ ബാഗാണ്. ഞാനത് വെച്ച് കാണിച്ചു തരാം എത്ര വലിയ ബുക്ക് വരെ ഇതിൻ്റെ അകത്ത് കയറും എന്നുള്ളത്. ഇതൊരു വലിയ കളറിങ് ബുക്കായപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ബുക്ക് ഇതാണ്. നീളവും ഇതുള്ളത്. ഈ ബുക്ക് വരെ ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് കയറി നമുക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും വലിയ സ്പേസ് ഉള്ള ബുക്കാണ്. ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ വെച്ച് നമുക്ക് കവർ ഫുള്ളും ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച്, അതാണ് ഞാൻ പറഞ്ഞ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ബുക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, ലഞ്ചും എല്ലാം വെക്കാൻ പറ്റിയ ഒരു ടോട്ട് ബാഗാണിത്. ഇപ്പം നമുക്ക് പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ, കുഞ്ഞു പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ അതിനാണെങ്കിലും യൂസ് ചെയ്യാം. ടോട്ട് ബാഗിന് ഇതിനകത്ത് സിബില്ല, ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പം ഇങ്ങനെയാണ് ഈ ബാഗ് വരുന്നത്. ഇത് ഒരു ബാഗിന് 380 ആണ് ഇതിൻ്റെ റേഞ്ച്. 380 റുപ്പീസാണ് ഒരു ബാഗിൻ്റെ പ്രൈസ്. അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. ആദ്യം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച ഫ്ലോറൽ പാറ്റേൺ ആണെങ്കിൽ ഇത് ലേസി ഡേസി വെച്ചിരിക്കുന്നത് പാറ്റേൺ ആണ്. മൾട്ടിപ്പിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലേസി ഡേസി ചെയ്തിരിക്കുന്നത്. സ്റ്റെമ്മും ലീഫും നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ്. 380 ആണ് ഇതിൻ്റെയും റേറ്റ്. ഇതും ഫുള്ളും താഴെ ഫുള്ളും കവർ ചെയ്യുന്ന, കാണുന്ന പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെയും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതും സെയിം കപ്പാസിറ്റി ഉള്ള ബാഗ് തന്നെ. അടുത്തത് ഒരു ഫ്ലോറൽ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തിട്ടുള്ളതാണ്. റോസിറ്റി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഷെയ്ഡുള്ള ത്രെഡും അതുപോലെ തന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ, ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറുള്ള ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെയും ലീഫ് നമ്മൾ നമ്മുടെ ഫാബ്രിക് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് ലീഫിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വന്നത്. ഇതും ഫ്രണ്ടിൽ നിറച്ചും ഡിസൈനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് സെയിം തന്നെയാണ്. 380 ആണ് ഇതിൻ്റെയും പ്രൈസ്. ഇത് നമുക്ക് ആദ്യം നമ്മളൊരു പൗച്ചിൽ ഈ സെയിം ഡോഗ് ഡിസൈൻ കണ്ടു. അത് കുറച്ചും കൂടെ വലുതാക്കി ചെയ്തിരിക്കുന്നു. കുറച്ച് ഫ്ലവേഴ്സും സ്കൈയിൽ ക്ലൗഡ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്ലൗഡ്സൊക്കെ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഡോഗ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ. ഇതിപ്പോൾ നമുക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ, എന്ന് വെച്ചാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ, ഇതും പൗച്ചും കൂടെ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ തരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടോട്ട് ബാഗ് കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ പൗച്ചും നമുക്ക് യൂസ് ചെയ്യാം. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ല വെറുതെ നോർമൽ ഇതാണെങ്കിൽ പൈസ ഇട്ട് വെക്കാം. പൗച്ചിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ടോട്ട് ബാഗിലും വെക്കാം. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ബാഗ്സാണ് ടോട്ട് ബാഗിൽ എംബ്രോയ്ഡറിയും അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റും ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ട് ബാഗിൻ്റെ റേറ്റ് 380, പൗച്ചിൻ്റെ റേറ്റ് 190 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ, വേറെ പാറ്റേൺസ് വേണമെങ്കിൽ അതാണെങ്കിലും പറഞ്ഞു വെച്ചാൽ മതി, നമ്മളതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.